ഇന്നത്തെ നഗരസഭാ കൗൺസിൽ 47 ദിവസം പിന്നിട്ടിട്ടാണ് യോഗം ചേരുന്നത്. റിലേ സത്യാഗ്രഹം ഞങ്ങൾ ആരംഭിച്ചിട്ട് ഇന്ന് 5-ാം ദിവസം പിന്നിട്ടിരിക്കുക. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പൂർവാധികം ഭംഗിയായി തന്നെ നടത്തുന്ന ജോലിയിലാണ് മേയറും കൂട്ടാളികളും ഏർപ്പെട്ടിട്ടുള്ളത്. ഗൂണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയുമായിട്ടുള്ള സുഗതനെ പുറത്താക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. അതൊരു വശത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മറുവശത്ത് മുനിസിപ്പൽ ആക്ട് അനുശാസിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ 25-ാം തീയതി വളരെ ജനാധിപത്യ മാർഗത്തിൽ നടത്തിയ സമരം ഒരു വശത്ത് റിലേ സത്യാഗ്രഹം നടക്കുകയും മറുവശത്തകത്ത് കൗൺസിലർമാർ മേയറുടെ ഓഫീസിൻ്റെ നടയിൽ സമാധാനപരമായിട്ടുള്ള സമരം നടത്തിയത് നിങ്ങൾ കണ്ടതാണ്. പോലീസും മാധ്യമങ്ങളും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഓഫീസിൻ്റെ നടയിൽ കൂടെ കടന്നു പോകാൻ പൊതുജനങ്ങൾക്കും സമരം നടത്തുന്ന വേദിയിൽ കൂടി കടന്നു പോകാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെയും ഞങ്ങൾ വിട്ട കാര്യത്തെ സംബന്ധിച്ചും കണ്ടതാണ്. അതൊരു ഉപരോധ സമരമായിരുന്നില്ല, അത് കേവലം ജനാധിപത്യ രൂപത്തിലുള്ള സമരമായിരുന്നു. ആ സമരത്തിന് നേരെയാണ് മേയറുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നത്. ആക്രമണം ആകെ 19 കൗൺസിലർമാരാണ് ആ സമരത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ഒരു 10-25ഓളം ആളുകൾ മേയറുടെ നേതൃത്വത്തിൽ ആക്രമണ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ 3 കൗൺസിലർമാർ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയവരാണ്. പക്ഷെ അതല്ലാതെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടാക്കിയത്. ആഫീസിൽ കയറുന്നതിന് വേണ്ടിയുള്ള തിണ്ണമെടുക്ക്, മസിൽ പവർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണ കേന്ദ്രത്തിലിരുന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരാളിന് ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുന്നതല്ല. കുറച്ച് ആളുകളോടുകൂടി വന്ന് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും സമരത്തിലിരുന്ന ആളുകളെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് ആഫീസിൻ്റെ അകത്ത് കടന്നുപോയത്. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തിരിച്ച് വാർത്തകൾ പല രൂപത്തിലാണ് വന്നത്. ഞങ്ങളെ പേരിലും കേസ്, അവിടെ സമരം നടത്തി സമാധാനപരമായ സമരം നടത്തിയ ഞങ്ങളെ പേരിലും കേസ്, അവരുടെ പേരിലും കേസ് എന്നുള്ള രൂപത്തിലാണ് വന്നത്. ഇന്ന് അതിനുശേഷം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. ആ കൗൺസിൽ യോഗത്തിൽ ഇന്നത്തെ ആക്രമണം LDFന് നേരെയല്ല, ഇന്നത്തെ ആക്രമണം UDF കൗൺസിലർമാരുടെ നേരെയാണ്. ഇന്ന് അവർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് സുഗതൻ്റെ അറ്റൻഡൻസ് പരിശോധന നടത്തുക മാത്രമാണ് ചെയ്തത്. ഞങ്ങൾ സമരം നടത്തി ഞങ്ങൾ മേയറുടെ ഓഫീസിൻ്റെ നടയിലേക്ക് പോയ അവസരത്തിലാണ്. ഈ അവസരത്തിൽ അറ്റൻഡൻസ് പരിശോധന നടത്തിയ അവസരത്തിൽ BJPയുടെ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ UDFൻ്റെ നേതാവായിട്ടുള്ള ശബരിനാഥനെ അടക്കം ആക്രമിക്കുന്ന രൂപത്തിലെത്തി. വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു. അറ്റൻഡൻസ് രജിസ്റ്റർ പിടിച്ചു വാങ്ങിച്ച് വലിച്ചു കീറുക. അതായത് ഗൂണ്ടാ പ്രവർത്തനം ശരിയായ നിലയ്ക്ക് ഞങ്ങളോട് കാട്ടിയതുപോലെ തന്നെ UDF കൗൺസിലർമാരോടും കാട്ടുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ നിദാനമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാപ്പ കേസിലും ഗൂണ്ടാ പ്രവർത്തനവും നഗരസഭാ ഭരണത്തിൽ അത് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സ്വീകരിക്കുന്ന രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതിനെയാണ് ആദ്യമായി ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഈ ഭീകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് ഗുണകരമല്ല. അതിനെ സംബന്ധിച്ചാണ് LDFൻ്റെ തീരുമാനത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ നേതാവ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഈ സമരം ജനാധിപത്യ രൂപത്തിൽ തന്നെ ഒരു വശത്ത് നഗരസഭയ്ക്കുള്ളിൽ പുറത്ത് റിലേ സത്യാഗ്രഹവും നഗരസഭയ്ക്കുള്ളിൽ കൗൺസിലർമാരും ആ നിലയ്ക്കുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്.
വാർഡുകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണ ജാഥകളും പ്രവർത്തനങ്ങളും മറുവശത്ത് നടക്കുകയാണ്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങളും ഈ ഗൂണ്ടാ വിളയാട്ടത്തിനെതിരായിട്ടുള്ള ഈ നഗരത്തെ ഒരു വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിച്ചതുപോലുള്ള ഒരു ഗൂണ്ടാ കേന്ദ്രമാക്കി നഗരത്തെ മാറ്റാനുള്ള BJPയുടെയും സംഘപരിവാറിൻ്റെയും ശ്രമം നടപ്പിലാക്കുന്ന രീതിയിലേക്ക് അത് നമുക്ക് വകവയ്ക്കാൻ കഴിയില്ല. അതിനെ നേരിടുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് പ്രധാനമായും ഉള്ളത്. അതിനോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള ഇതിനെ ചോദ്യം ചെയ്യുന്നത് ആ രൂപത്തിൽ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.